ലൈംഗിക പ്രശ്നങ്ങളായ ഉദ്ധാരണമില്ലായ്മയും ശീഘ്രസ്ഖലനവുമൊക്കെ നല്ല ആരോഗ്യമുള്ള പുരുഷന്മാരിൽ പോലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല, മറിച്ച് ഈ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പങ്ക് കാണുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കാത്തത് കൊണ്ടാണ്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉദ്ധാരണമില്ലായ്മയോ ശീഘ്രസ്ഖലനമോ ഒക്കെ സംഭവിക്കുമ്പോൾ അത് പ്രകടമാകുന്നത് നിങ്ങളുടെ ലിംഗത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാണ്. എന്നാൽ ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കളിയാണ്. പക്ഷേ അത് നിങ്ങൾക്കൊട്ട് കാണുവാൻ സാധിക്കത്തുമില്ല. ഈ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെയൊക്കെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാതിരിയാണ് ഇത്. നിങ്ങൾ കാണുന്നതല്ല ഇവിടുത്തെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ കാരണം ഒരു വലിയ വിഭാഗം പുരുഷന്മാർ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു ശാരീരിക ബുദ്ധിമുട്ടോ രോഗമോ ഒക്കെയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അത് ചികിത്സിക്കാനായിട്ട് ഡോക്ടർമാരുടെ അടുക്കൽ പോകും. ഇവിടെയാണ് പല പുരുഷന്മാരും അവർ പോലും അറിയാതെ ചൂഷണത്തിന് ഇരകളാകുന്നത്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഡോക്ടർമാരുടെ മെഡിക്കൽ ലൈസൻസ് എന്ന് പറയുന്നത് ശരീരരോഗങ്ങൾക്കും മാനസിക രോഗങ്ങൾക്കുമൊക്കെ മരുന്നുകൾ എഴുതാനും ടെസ്റ്റുകൾ നടത്താനും സർജറി ചെയ്യാനും ഒക്കെ ഉള്ളതാണ്. അങ്ങനെയാണ് അവർ കാശുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനുമായിട്ട് ഒരു ഡോക്ടറിനെ സമീപിക്കുന്ന പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തി പോലും ആ ഡോക്ടറിൻ്റെ കണ്ണിൽ ഒരു രോഗി തന്നെയാണ്. അതുകൊണ്ടാണ് ആവശ്യമില്ലെങ്കിൽ പോലും അവർ നിങ്ങളെ കൊണ്ട് കുറഞ്ഞത് 10-20,000 രൂപയുടെയെങ്കിലും ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുന്നതും അതിനുശേഷം മരുന്നുകൾ നൽകുന്നതും പിന്നീട് വേണ്ടി വന്നാൽ ഒരു സർജറിക്ക് വിധേയമാക്കുന്നതുമൊക്കെ. എന്നാൽ ഇവിടെ സത്യത്തിൽ ആ ഡോക്ടറിനെ കാണാൻ ചെന്ന പൂർണ്ണ ആരോഗ്യമുള്ള ആ വ്യക്തിക്ക് വേണ്ടിയിരുന്നത് ടെസ്റ്റുകളോ സർജറിയോ മരുന്നുകളോ ഒന്നുമല്ല. പിന്നെന്താണ്? എന്തുകൊണ്ടാണ് പങ്കാളിയുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു പ്രായോഗിക ലൈംഗിക പരിജ്ഞാനമാണ്. ഇംഗ്ലീഷിൽ ഫങ്ഷണൽ സെക്ഷൽ നോളജ് എന്ന് പറയും. എന്താണ് ഈ ഫങ്ഷണൽ സെക്ഷൽ നോളജ് അഥവാ പ്രായോഗിക ലൈംഗിക പരിജ്ഞാനം? ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നീന്തൽ അറിയാത്ത ഒരു വ്യക്തിയാണ് എന്ന് കരുതുക. നിങ്ങളുടെ കൈയും കാലും ഒക്കെ മുറിച്ചു മാറ്റിയിട്ട് പകരം ഒരു മരക്കാലും മരക്കൈയും ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നീന്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ കൈയും കാലും ഒന്നും ആയിരുന്നില്ല, മറിച്ച് ഈ അവയവങ്ങൾ എങ്ങനെ ശരിയായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനമില്ലായ്മയായിരുന്നു. അപ്പോൾ അത് പഠിപ്പിക്കാനായിട്ടാണ് നീന്തൽ കോച്ചുകൾ ഉള്ളത്. ഇതിനാണ് പ്രായോഗിക പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രായോഗിക പരിജ്ഞാനമാണ് ബഹുഭൂരിഭാഗം ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ മരുന്നുകളോ ടെസ്റ്റുകളോ സർജറിയോ ഒന്നുമല്ല. പക്ഷേ ഈ ഒരു പ്രായോഗിക ലൈംഗിക അറിവ് ഇന്നും കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ അവർ പഠിച്ചെടുത്ത മെഡിക്കൽ ഡിഗ്രിയുടെയും സൈക്കോളജി ഡിഗ്രിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രം ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഉചിതമായ ഒരു പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധ്യവുമല്ല. പക്ഷേ ഈ ഒരു സത്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടറോ സൈക്കോളജിസ്റ്റോ ഒക്കെ ജനങ്ങളോട് തുറന്നു പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇവരുടെ മെഡിക്കൽ ഡിഗ്രിയെയും സൈക്കോളജി ഡിഗ്രിയെയും ഒക്കെ വിശ്വസിച്ച് ഇവരുടെ അടുക്കൽ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ വരുന്ന ഒരു വലിയ വിഭാഗം ആളുകളുടെ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ കുളമാകും. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് സെക്സോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ബോർഡും വെച്ചിരിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യാജ ഡോക്ടർമാരുടെ തട്ടിപ്പ് ചികിത്സകൾക്ക് ഇരകളായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കഷ്ടം അതല്ല, ഈ തട്ടിപ്പിന് ഇരകളാകുന്നവർക്ക് പോലും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. കാരണം അതവർക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം ആദ്യമേ വേണം. ഡോക്ടർമാർക്ക് പോലും ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ രാജ്യത്ത് സാധാരണക്കാർക്ക് എവിടെ നിന്നാണ് ലൈംഗിക വിദ്യാഭ്യാസം ഉണ്ടാകുക? ഈ തട്ടിപ്പ് ചികിത്സകൾക്ക് ഇരകളാകുന്ന വ്യക്തികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു ധനനഷ്ടം മാത്രമല്ല ഇവർക്കുള്ളത്. തങ്ങൾക്ക് പറ്റിയ അബദ്ധം, നാണക്കേട് കാരണം പുറത്തു പോലും പറയാൻ കഴിയാതെ ശിഷ്ടകാലം മൊത്തം ഒരു വികലാംഗനായിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് പലർക്കും ഉള്ളത്. അങ്ങനെയൊരു അനുഭവ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഉദാഹരണ പ്രശ്നവുമായിട്ട് കൊച്ചിയിലെ ഒരു പ്രമുഖ സെക്സോളജിസ്റ്റിൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് പോയ ഈ 45 വയസ്സുകാരന് നഷ്ടമായത് സ്വന്തം ലിംഗം തന്നെയാണ്. ആരോഗ്യമുള്ള പല പുരുഷന്മാരുടെയും ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പുരുഷന്മാർ ചെറുപ്പത്തിലേ തന്നെ ശീലിച്ച് വരുന്ന ചില സ്വയംഭോഗ ശൈലികളാണ്. ഇതാണ് പിന്നീട് ഭാവിയിൽ അവരുടെ പങ്കാളികളുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ ഉദ്ധാരണം ഇല്ലാതാക്കുന്നത്. അങ്ങനെയുള്ള ചില സ്വയംഭോഗ ശൈലികളാണ് ഈ പ്രോൺ മാസ്റ്റർബേഷൻ, ഡെത്ത് ഗ്രിപ്പ് സിൻഡ്രം എന്ന് തുടങ്ങിയ സ്വയംഭോഗ ശൈലികൾ. ഈ സ്വയംഭോഗ ശൈലികളുടെ എല്ലാം ഒരു പ്രത്യേകത, അത് ലിംഗത്തിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തി ചെയ്യുന്ന സ്വയംഭോഗ ശൈലികളാണ്. എന്താണ് അതിൻ്റെ ഒരു കുഴപ്പം?
വർഷങ്ങളോളം നിങ്ങൾ നിങ്ങളുടെ ലിംഗത്തിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തിയുള്ള ഒരു സ്വയംഭോഗ ശൈലിയാണ് ശീലിച്ചു വരുന്നതെങ്കിൽ അതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ ഈ ഒരു സമ്മർദ്ദവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. ഈ ഒരു സമ്മർദ്ദം നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള സെക്സിൽ നിന്നും ലഭിക്കത്തില്ല. അതിനോടൊപ്പം തന്നെ പല പുരുഷന്മാർക്കും അവരുടെ ആ ഒരു സെക്ഷൽ ഫീലിങ്ങും സെക്സിന് മുമ്പ് ഉണ്ടാകുന്ന ആ ഒരു ലൈംഗിക താല്പര്യം അതും നഷ്ടമാകും. അങ്ങനെ അതൊരു ഉദ്ധാരണ പ്രശ്നത്തിലേക്കും ലൈംഗിക താല്പര്യമില്ലായ്മയിലേക്കുമൊക്കെ നയിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് മരുന്നോ ടെസ്റ്റുകളോ സർജറിയോ ഒന്നുമല്ല, ചിട്ടയായിട്ടുള്ള ക്ഷമയോടുകൂടിയ ഒരു പരിശീലനം മാത്രമാണ്. ഇതിനെപ്പറ്റി ഞാൻ പലതവണ വിശദമായിട്ട് തന്നെ വിവോക്സിൽ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ അടുക്കൽ കൺസൾട്ടേഷന് വന്ന കല്യാണം കഴിച്ച 45 വയസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ കൗമാരപ്രായം മുതൽ തന്നെ ലിംഗത്തിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തി ചെയ്യുന്ന ഒരു സ്വയംഭോഗ ശൈലിയായിരുന്നു സ്വീകരിച്ചു വന്നിരുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോകൾ കണ്ടതിനെ തുടർന്ന് അദ്ദേഹം അതിൽ നിന്നും കിട്ടിയ അറിവുമായിട്ട് കൊച്ചിയിലെ ഒരു പ്രമുഖ സെക്സോളജിസ്റ്റിനെ കാണുവാൻ ചെന്നു. കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ അവതരിപ്പിച്ചു. തനിക്ക് കല്യാണം കഴിക്കുന്ന കാലം മുതൽ തന്നെ ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ യാതൊരു സെക്ഷൽ ഫീലിംഗും കിട്ടുന്നില്ല എന്നും ഇതൊക്കെ സംഭവിച്ചത് താൻ ചെറുപ്പത്തിലെ ശീലിച്ചു വന്ന ഒരു സ്വയംഭോഗ ശൈലി കാരണമാണ് എന്നാണ് കരുതുന്നത് എന്നുമൊക്കെ ആ ഡോക്ടറിനോട് പറഞ്ഞു. ഉടൻ തന്നെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന സ്വയംഭോഗ ശൈലികളൊന്നും തന്നെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള കാര്യങ്ങളല്ല, ഇത് യൂട്യൂബർമാരുടെ കണ്ടുപിടുത്തമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് ഡോക്ടർ ഈ മനുഷ്യന് 16,000 രൂപയുടെ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് എഴുതി കൊടുത്തു. നിർദ്ദേശിച്ചതുപോലെ ടെസ്റ്റുകളെല്ലാം ചെയ്തു, ഒരു കുഴപ്പവുമില്ല, എല്ലാം നോർമൽ. അടുത്ത പടിയായിട്ട് 1 മാസത്തേക്കുള്ള ഉദ്ധാരണ മരുന്നുകൾ എഴുതി കൊടുത്തു. പുള്ളിക്ക് നഷ്ടമായ സെക്ഷൽ ഫീലിംഗും ഈ മരുന്ന് കഴിക്കുന്നതിലൂടെ തിരികെ വരും എന്നും ഡോക്ടർ പറഞ്ഞു. പറഞ്ഞതുപോലെ ഏകദേശം 1 മാസത്തോളം ഉദ്ധാരണ മരുന്നുകൾ കഴിച്ചു. എന്നിട്ടും പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല. പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു ഉദ്ധാരണം അപ്പോഴും ലഭിക്കുന്നില്ല. തിരികെ വീണ്ടും ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നു. ഇത്തവണ ഡോക്ടർ തറപ്പിച്ച് പറഞ്ഞു, ഇതിന് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ, ഇംപ്ലാന്റ് ചെയ്യുക. ഈ പിനൈൽ ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്ന ശസ്ത്രക്രിയയാണ് ഒരു പുരുഷൻ്റെ ലിംഗം കീറി മുറിച്ച് അതിനുള്ളിൽ ഉദ്ധാരണത്തിന് സഹായിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള സിലിക്കൺ കൊണ്ടുണ്ടാക്കിയ വസ്തു നിക്ഷേപിക്കുന്ന ഒരു പ്രക്രിയ. ഇത് ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു ഉദ്ധാരണം നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് നഷ്ടമാകും. അത് പിന്നീട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ പോലും തിരികെ കൊണ്ടുവരാൻ സാധ്യമല്ല. പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഉദ്ധാരണമായിരിക്കും. അതായത് ആ ലിംഗത്തിൽ നിക്ഷേപിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് സെക്സിന് മുമ്പ് നിങ്ങൾ സ്വയം സൃഷ്ടിക്കുന്ന ഒരു ഉദ്ധാരണം. എന്തായാലും എല്ലാം നേരെയാകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ അദ്ദേഹം സർജറിയും ചെയ്തു. സർജറി കഴിഞ്ഞു. ഡോക്ടർ ഉറപ്പ് നൽകിയതുപോലെ ഉദ്ധാരണം കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്താണ് പ്രശ്നം? അതായിരുന്നില്ലേ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്? അല്ല സാറേ, ആ ഒരു സെക്ഷൽ ഫീലിംഗ് അതെനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. ഈ കാലിൻ്റെ ഇടയിൽ എന്തോ ഒരു മരത്തടി ഇരിക്കുന്നത് പോലെയാണ്. ഈ നീന്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൈ മുറിച്ച് മാറ്റിയിട്ട് മരക്കൈ വെച്ചവൻ്റെ അവസ്ഥ. പുരുഷന്മാരുടെ ശരീരത്തിൽ ഏറ്റവും അധികം ലൈംഗിക വികാരം അഥവാ സെക്ഷൽ ഫീലിങ്സ് ഉണരുന്ന 2 പ്രദേശങ്ങളാണ് അവരുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗവും ഇംഗ്ലീഷിൽ ഗ്ലാൻസ് പീനിസ് എന്ന് പറയുന്ന ഭാഗവും അതിൻ്റെ അടിവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഫ്രെനുലവും. പക്ഷേ നിങ്ങൾ ചെറുപ്പം മുതൽ തന്നെ നിങ്ങളുടെ ലിംഗത്തിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തി ചെയ്യുന്ന ഒരു സ്വയംഭോഗ ശൈലിയാണ് ശീലിച്ചു വരുന്നതെങ്കിൽ അത് ഭാവിയിൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണശേഷിക്കൊപ്പം തന്നെ അതിൻ്റെ ലൈംഗിക വികാരത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു വലിയ അപകടമുണ്ട്. ഇത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ലിംഗത്തിൽ സ്പർശിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓറൽ സെക്സ് ചെയ്തു തന്നാലോ ഒന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് യാതൊരു സുഖവും ലഭിക്കത്തില്ല. കാരണം നിങ്ങളുടെ ലിംഗത്തിൻ്റെ ലൈംഗിക വികാരം നിങ്ങൾക്ക് നഷ്ടമായി. ഇത് കേട്ട പാതി ആ മനുഷ്യൻ ഉടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ സാറേ, ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നേരെയാക്കാനായിട്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ മുടക്കി ഒരു സർജറി ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിരുന്നത് നിങ്ങളുടെ ലിംഗത്തിന് നഷ്ടമായ ആ വികാരം തിരികെ കൊണ്ടുവരാൻ വേണ്ട ഒരു ചിട്ടയായ പരിശീലനം മാത്രമാണ്. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് റീസെൻസിറ്റൈസിങ് ദ പീനിസ്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ വളരെ വിഷമത്തോടുകൂടെ ചോദിച്ചു, അയ്യോ സാറേ, ഞാൻ അപ്പോൾ പൈസ കളഞ്ഞത് വെറുതെ ആയോ? ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്കും നിങ്ങളുടെ ഡോക്ടറിനും മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമായിരുന്നു. ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു സർജറിക്ക് കൊണ്ട് തല വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. പലപ്പോഴും ഈ പിനൈൽ ഇംപ്ലാന്റ് ചെയ്യുന്ന മധ്യവയസ്സിലുള്ള പുരുഷന്മാർ ചിന്തിക്കുന്നത് അവരുടെ ആ ലിംഗത്തിൻ്റെ ഉദ്ധാരണം തിരികെ കിട്ടിക്കഴിഞ്ഞാൽ തങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള സെക്സ് ലൈഫ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മെച്ചപ്പെടും എന്നാണ്. ഇവിടെയാണ് പല പുരുഷന്മാർക്കും പറ്റുന്ന ഒരു അബദ്ധം. മധ്യവയസ്സിലെത്തുമ്പോൾ പല സ്ത്രീകൾക്കും ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിനോടുള്ള ഒരു താല്പര്യം കുറയുകയും അത് ചെയ്താൽ തന്നെ വളരെയധികം വേദനാജനകമായിട്ട് മാറുകയും ഒക്കെ ചെയ്യും. ഇത് സംഭവിക്കുന്നത് അവരുടെ ശരീരം പെരിമെനോപോസിലൂടെയും മെനോപോസിലൂടെയും ഒക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം കൊണ്ട് തന്നെയാണ്.
പല സ്ത്രീകളും ഈ ഒരു കാലഘട്ടത്തിലെ സെക്സിനെ വിശേഷിപ്പിക്കുന്നത് സാൻഡ് പേപ്പർ കൊണ്ട് ഉരയ്ക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമായിട്ടാണ്. അതുകൊണ്ടാണ് മധ്യവയസ്സിലെത്തുമ്പോൾ പല സ്ത്രീകൾക്കും ഓറൽ സെക്സിനോട് താല്പര്യം കൂടുന്നതും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പങ്കാളിയുടെ ലൈംഗിക താല്പര്യം കണക്കിലെടുക്കാതെ ഇംപ്ലാന്റിന് പോകുന്ന പുരുഷന്മാരുടെ അവസ്ഥ എന്താകുമെന്ന്. ഈ പ്രതിസന്ധികളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ന് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ സ്ഥാപനങ്ങൾ പറയുന്നത്, ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ആദ്യമേ കാണേണ്ടത് പ്രായോഗിക ലൈംഗികതയിൽ പരിജ്ഞാനമുള്ള ഒരു വിദഗ്ധനെ ആയിരിക്കണമെന്ന്. അപ്പോൾ നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ ലൈംഗിക പ്രശ്നങ്ങളുമായിട്ട് സമീപിക്കുകയാണെങ്കിൽ, അത് എത്ര സീനിയർ ആയിട്ടുള്ള ഡോക്ടറോ സൈക്കോളജിസ്റ്റോ ഒക്കെ ആയിരുന്നാലും ഒരു മടിയും കൂടാതെ തുറന്നു ചോദിക്കുക, താങ്കളുടെ പ്രായോഗിക ലൈംഗിക പരിജ്ഞാനം എന്താണ് എന്ന്. കാരണം ആ ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം രക്ഷിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.